ഹോശേയ 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഉസ്സയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തും ഇസ്രായേൽ രാജാവായ യോവാസിന്റെ മകനായ യൊരോബെയാമിന്റെ കാലത്തും പെയരുടെ മകനായ ഹോശയ്ക്കുണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക. ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ചെന്ന് ദിബ്ലൈമിന്റെ മകളായ ഹോമരിനെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് അവനൊരു മകനെ പ്രസവിച്ചു. യഹോവ അവനോട്, അവന് ഇസ്രയേൽ ദൈവം വിതയ്ക്കും എന്ന് പേർ വിളിക്ക. ഇനിയും കുറെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രയേലിന്റെ രക്തപാതങ്ങളെ യഹൂദാ ഗൃഹത്തോട് സന്ദർശിച്ചു ഇസ്രായേൽ ഗൃഹത്തിന്റെ രാജ്യത്വം ഇല്ലാതെയാക്കും. അന്നാളിൽ ഞാൻ ഇസ്രായേൽ താഴ്വരയിൽ വെച്ച് ഇസ്രായേലിന്റെ വില്ലൊടിച്ചു കളയും എന്ന് അരുളിച്ചെയ്തു. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകളെ പ്രസവിച്ചു. യഹോവ അവനോട്, അവൾക്ക് ലോരുഹുമ, കരുണ ലഭിക്കാത്തവൾ എന്ന് പേർ വിളിക്ക. ഞാനിനി ഇസ്രായേൽ ഗൃഹത്തോട് ക്ഷമിപ്പാൻ തക്കവണ്ണം അവരോട് ഒട്ടും കരുണ കാണിക്കയില്ല. എന്നാൽ യഹൂദാ ഗൃഹത്തോട് ഞാൻ കരുണ കാണിച്ച് അവരെ വില്ലുകൊണ്ടോ വാൾ കൊണ്ടോ യുദ്ധം കൊണ്ടോ കുതിരകളെ കൊണ്ടോ കുതിരച്ചേവകരെ കൊണ്ടോ രക്ഷിക്കാതെ അവരുടെ ദൈവമായ യഹോവയെ കൊണ്ട് അവരെ രക്ഷിക്കും എന്നരുളിച്ചെയ്തു. അവൾ ലോരുഹമയെ മുലകുടി മാറ്റിയ ശേഷം ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ യഹോവ അവന് ലോ അമി, എന്റെ ജനമല്ല എന്ന് പേർ വിളിക്ക. നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കേമില്ല എന്ന് അരുളിച്ചെയ്തു. എങ്കിലും ഇസ്രായേൽ മക്കളുടെ സംഖ്യ അളക്കുവാനും എണ്ണുവാനും കഴിയാത്ത കടൽക്കരയിലെ പൂഴി പോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരുളി ചെയ്യുന്നതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് അവരോട് പറയും. യഹൂദാ മക്കളെയും ഇസ്രായേൽ മക്കളെയും ഒന്നിച്ചു കൂട്ടി തങ്ങൾക്കൊരു തലവനെ നിയമിച്ച് ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറിക്കുമോ.